aromamari.comല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ സൂസമ്മ ബേബി, ഡൽഹിയിൽ പാർത്തുകൊണ്ട് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസി തന്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയുടെ ഉത്തരവാദിത്തങ്ങൾ ഉത്തരഭാരതത്തിലും ദൈവം അയക്കുന്ന ഇടങ്ങളിലൊക്കെ കടന്നുപോയി വളരെ ശക്തമായി ഈ കാലയളവിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്തദാസിയുടെ ജീവിതത്തിൽ നേരിട്ട ചില സംഭവങ്ങളും തന്റെ ജീവിതാനുഭവങ്ങളും അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രേക്ഷകരുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നു. നാം ഒരു ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസിയെ പ്രിയ സുസമ്മ ബേബിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ദൈവം അരോമ ടിവിയിലൂടെ എൻ്റെ സാക്ഷ്യം പറയുവാൻ ഒരവസരം കൂടെ കർത്താവ് ഒരുക്കി തന്നു. അവയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് അരോമ ടിവിക്കുള്ള എൻ്റെ പ്രത്യേക നന്ദിയും കൂടെ ഞാൻ അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പാസ്റ്റർ ഡാനിയൽ എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അരോമ ടി വി ഞാൻ മിക്കവാറും കാണാറുള്ള ഒരു പ്രോഗ്രാമാണ്. എനിക്ക് പലരുടെയും സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സാക്ഷ്യവും മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമായി തീരും. ദൈവത്തിന്റെ നാമത്തിന് അത് മഹത്വമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേര് സൂസമ്മ ബേബി. സ്നേഹത്തിൽ എന്നെ സൂസൻ എന്ന് വിളിക്കുന്നു. ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ തോന്നിയാമല എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്നു വരുവാൻ ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു. എൻ്റെ ചെറുപ്രായം അവിടെയാണ്. ഞാൻ പെന്തക്കോസ്ത് ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർന്നത്. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ പെന്തക്കോസ്തുകാരല്ലായിരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് വരെ യാക്കോബ സമുദായത്തിൽ എൻ്റെ പിതാവും എൻ്റെ മാതാവ് മർത്തോമ സമുദായത്തിലും ജനിച്ചു വളർന്ന ഒരു ചുറ്റുപാടായിരുന്നു. എൻ്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു രണ്ടാനപ്പന്റെ ശിക്ഷണയിലാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെ വിഷയങ്ങളും പ്രോബ്ലങ്ങളും ഒക്കെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. 4ാം ക്ലാസ് വരെയാണ് അദ്ദേഹം പഠിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന് ജോലി ചെയ്യേണ്ടതായ ആവശ്യം വന്നു. അങ്ങനെ കൃഷി കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ നല്ലൊരു മേസ്ത്രിയായിട്ട് എൻ്റെ പിതാവ് ജോലി ചെയ്ത് മുന്നോട്ട് പോകവേ തൻ്റെ ജീവിതത്തിൽ അനേക കഷ്ടതകൾ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കോണം ഇടയായി തീർന്നു. എൻ്റെ പിതാവിൻ്റെ വിവാഹം കോഴഞ്ചേരിയിൽ ഉള്ള ഒരു മർത്തോമ കുടുംബത്തിൽ നിന്നാണ് ലഭിച്ചത്. എൻ്റെ മാതാവ് മർത്തോമ സമുദായത്തിലായിരുന്നത് കൊണ്ട് തന്നെ യേശു കർത്താവിനെ കുറിച്ചുള്ള നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് വളരെ വില കൊടുത്തിരുന്ന ഒരു സഹോദരി കൂടെ ആയിരുന്നു എൻ്റെ മാതാവ്. എൻ്റെ വെല്ലുമ്മച്ചി അതുപോലെ വളരെ അത്ഭുതങ്ങൾ കണ്ട ഒരു വ്യക്തിയാണ്. പ്രാർത്ഥിച്ചു മഴയെ നിർത്തിയിട്ടുണ്ട്.
അങ്ങനെയുള്ള അത്ഭുതങ്ങൾ എന്റെ വെല്ലുമിച്ച് ചെയ്യുന്നത് എന്റെ മാതാവ് കാണുകയും അതിലൂടെ എന്റെ മാതാവ് യേശുവിലുള്ള ആ വിശ്വാസത്തിൽ കൂടുതൽ ഉറയ്ക്കുവാൻ തക്കണം ഇടയായിത്തീർന്നു. എന്നാൽ വിവാഹിതയായി ഈ ഭവനത്തിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ മുതൽ തന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ സാഹചര്യങ്ങളിലെല്ലാം യേശു കർത്താവിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് പ്രാർത്ഥനയിൽ താൻ തുടർന്ന് മുന്നോട്ട് പോയി. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി. തന്റെ സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ കൂടെ കടന്നുപോയി. 3 ആങ്ങളമാർക്ക് ഒരു പെങ്ങളായിരുന്നു എന്റെ മാതാവ്. എന്നാൽ ആ സന്ദർഭങ്ങളിലൊക്കെ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ, രോഗിയായി തീരുമ്പോഴൊക്കെ തന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുക ഒരു പതിവായിരുന്നു. അങ്ങനെ വളരെ നീണ്ട കാലത്തിന് ശേഷം എനിക്ക് ഒരു ആങ്ങളെയും 2 സഹോദരിമാരും എനിക്ക് മുമ്പായിട്ട് ഉണ്ടായി. എന്റെ സഹോദരിമാര് ഇന്ന് അവര് കർത്താവിലായിരിക്കുന്നു. സഹോദരൻ വിശ്വാസത്തിൽ വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് എന്റെ മാതാവ് ബ്ലീഡിങ് അസ്വസ്ഥതയാൽ ഭാരപ്പെട്ടു വന്നു. ഡോക്ടർ പറഞ്ഞു ഇനി ഒരു പ്രഗ്നൻസി വേണ്ട എന്ന്. എന്നാൽ ആ സന്ദർഭത്തിലാണ് എന്നെ എന്റെ മാതാവ് ഗർഭം ധരിക്കുന്നത്. പ്രീമച്ചുറായിട്ടാണ് എന്നെ ഡെലിവറി ആകുന്നത്. അന്നേ മരിച്ചു പോകേണ്ടതായിരുന്നു. 4 മാസത്തോളം ഡോക്ടറുടെ ഭവനത്തിൽ തന്നെ ആയിരുന്നു ഞാന്. അതിനുശേഷം ഭവനത്തിൽ കൊണ്ടുവന്നു. വളരെ വ്യത്യസ്തമായ നിലയിൽ ശാരീരികമായ അസ്വസ്ഥതകളും വളർച്ചയില്ലാത്ത ഒരവസ്ഥയും ബുദ്ധി വേണ്ട വിധത്തിൽ ബുദ്ധിയിൽ വളരാത്ത ഒരു അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ചെറുപ്രായം മുതൽ എൻ്റെ അമ്മ എന്നെ ഒരു സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി എന്നെ ഒരുക്കിക്കൊണ്ടിരുന്നു. എപ്പോഴും വചനം പറഞ്ഞു തരികയും ഒക്കെ ചെയ്തുകൊണ്ട്. എന്നാൽ ഇതിനു മുമ്പ് തന്നെ എൻ്റെ പ്രിയ കുടുംബം വിശ്വാസത്തിൽ വരാൻ ഒരു കാരണമുണ്ട്. ഈ രോഗം കൂടി മൂർച്ഛിച്ച് വന്ന സമയങ്ങളിൽ കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ എൻ്റെ മാതാവിന് സഹായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൂട്ടുകാരിയെ കിട്ടി. അതാണ് മുട്ടത്തിലെ അമ്മച്ചി. ആ അമ്മച്ചി മുഖാന്തരമായി രോഗസൗഖ്യത്തെക്കുറിച്ച് കേൾക്കുവാനും സത്യ ആരാധനയെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും സ്വർഗീയ രാജ്യത്തെ നിത്യതയെക്കുറിച്ചും ഒക്കെ എൻ്റെ പ്രിയ മാതാവ് ദിനംതോറും കേട്ടുകൊണ്ടിരുന്നു. തന്റെ ഹൃദയത്തെ വളരെ ശക്തമാക്കി നിർത്തി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് KK ചെറിയാൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഞങ്ങളുടെ സഭയിൽ, അദ്ദേഹം ബഥേൽ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായി. ഞങ്ങളുടെ ഭവനത്തെ കാണിച്ചു കൊടുക്കുകയും അദ്ദേഹം ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരികയും എൻ്റെ പിതാവിനോടും മാതാവിനോടും സത്യ ആരാധനയെക്കുറിച്ച് സംസാരിപ്പാൻ തക്കണം ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ മാതാവും എൻ്റെ പിതാവും ഈ വിഷയങ്ങളും ഭാരങ്ങളും കഷ്ടതകളും ഒക്കെ നിറഞ്ഞതുകൊണ്ട് ആ പറഞ്ഞത് അവരപ്പാടെ സ്വീകരിച്ചു. അങ്ങനെ അസംബ്ലീസ് ഓഫ് ഗോഡിലേക്ക് കടന്നു പോകാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ആദ്യമായിട്ട് അവിടെ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ അവിടുത്തെ ആരാധനയുടെ സ്റ്റാർട്ടിങ് കാലങ്ങളിൽ 4 സഹോദരിമാർ മാത്രമായിരുന്നു. ആ കൂട്ടത്തിൽ എൻ്റെ മാതാവും അവിടെ ഉണ്ടായിരുന്നു. ഈ മുട്ടത്തിലെ അമ്മച്ചിയുടെ വസ്തുവും ഒക്കെയാണ് ആലയത്തിന് വേണ്ടി വിട്ടുകൊടുത്തതും അവർ തന്നെയാണ് ആലയം പണിതതും ഒക്കെ. പാസ്റ്റർ PS ഫിലിപ്പ്, പാസ്റ്റർ PS ജോർജ് എന്നിവർ ആ സഭയിലെ മെമ്പേഴ്സ് ആയിരുന്നു. ആ ഒരു മിഷണറി സഭയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വളർന്നു വന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ദൈവികമായ കാര്യങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധ പതിക്കുകയും എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം ചെറുപ്രായം മുതൽ ദൈവം എനിക്ക് തന്നു. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ കർത്താവ് നൽകി തന്നുകൊണ്ടിരുന്നു. ആ സ്വപ്നങ്ങളിലൂടെ ദൈവിക ആലോചന എനിക്ക് പ്രാപിപ്പാൻ തക്കണം ഇടയായി തീർന്നു. അങ്ങനെ 10ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. അത് പാസ്റ്റർ PS ഫിലിപ്പിന്റെ പിതാവായ ശമുവേലച്ചാന്റെ സൺഡേ സ്കൂളിലാണ് ഞാൻ യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ, നിത്യതയെക്കുറിച്ച് പ്രത്യേകമായിട്ട് അദ്ദേഹം എന്നോട് ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം, യേശു കർത്താവ് ബുക്കിൽ പേരെഴുതും. ഇവിടെ അറ്റൻഡൻസ് ബുക്കിൽ എഴുതുന്നത് പോലെ അവിടെയും പേര് എഴുതി വെക്കും. ആ പേര് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ കടന്നു പോകുവാൻ കഴിയത്തുള്ളൂ. ആ പേര് എങ്ങനെ വരും, എങ്ങനെ ആ ബുക്കിൽ എഴുതി കുറിക്കുവാൻ കഴിയും എന്നുള്ള ആ വസ്തുത അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നു. അതെന്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ചു. എനിക്കും ആ അറ്റൻഡൻസ് ബുക്കിൽ, ഹാജർ ബുക്കിൽ എന്റെ പേര് വേണം. ഞാൻ അതിയായി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെടുവാൻ തക്കോണം ഇടയായി തീർന്നു. അതിനുശേഷം 13ാമത്തെ വയസ്സിൽ ആത്മസ്ഥാനം പ്രാപിച്ചു, അന്യഭാഷ അടയാളത്തോടുകൂടെ. 14ാമത്തെ വയസ്സിൽ ഞാൻ ജലത്തിൽ സാക്ഷിപ്പാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ
ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ വലിയൊരു അസ്വസ്ഥതകൾ, രോഗങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. കൊല്ലം സംഗേഷ് നായർ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം ഡിസ്ചാർജ് ആയി കടന്നു പോകും, പിന്നെയും അഡ്മിറ്റ് ആകും. അങ്ങനെ പല പ്രാവശ്യം ലാസ്റ്റില് മരണവിധി വന്നു. ഡോക്ടർ പറഞ്ഞു ഇനി ആമേൻ ലാസ്റ്റ് സ്റ്റേജ് ഇനി ആമേൻ ജീവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് എന്നെ കൊണ്ട് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ട് ആ രോഗത്തിൽ നിന്ന് ദൈവം എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ എല്ലാവരും ആമേൻ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ആ അസ്വസ്ഥതകളും അസമാധാനങ്ങളും ഒക്കെ ജീവിതത്തിൽ മാറിപ്പോയി സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഭവനത്തിൽ മടങ്ങി വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ പിതാവ് ഗൾഫിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പായി. 35 വർഷത്തോളം ദുബൈയുടെ പ്രദേശത്ത് അദ്ദേഹം ജോലി ചെയ്തു. എന്നാൽ പോകുന്ന സമയത്ത് ഞങ്ങളുടെ വസ്തു വീടും എല്ലാം വിറ്റ ശേഷമാണ് അദ്ദേഹം കടന്നുപോയത്. വസ്തുവൊന്നുമില്ലാതെ, വീടില്ലാതെ 8 വർഷം ഞങ്ങൾ താമസിച്ചിരുന്ന അതേ വസ്തുവിൽ തന്നെ തുടർന്ന് ഞങ്ങൾ വസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പിതാവ് കടന്നുപോയി. കുറെ നാളത്തേക്ക് ഞങ്ങൾക്ക് യാതൊരു ഫോൺ കോളോ, ഫോണല്ല അന്ന് ഫോണില്ലല്ലോ, ലെറ്ററുകളോ ഒന്നും വരാതെ, പിതാവിന്റെ വിവരങ്ങൾ ഒന്നും അറിയാതെ ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. വളരെ സാമ്പത്തികമായ അസ്വസ്ഥതകൾ കടന്നു വരുവാൻ തക്കോണം ഇടയായി തീർന്നു. ഏകദേശം 40 ദിവസത്തോളം എന്റെ പിതാവ് ആ സമയത്ത് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. ഈ സമയങ്ങളിലെല്ലാം ഞങ്ങളുടെ പാസ്റ്ററും കുടുംബവും ഞങ്ങളുടെ ചർച്ചും ഞങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോകുന്ന സമയത്ത് എൻ്റെ പിതാവ് ദുബൈയിൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം 40ാമത്തെ ദിവസം ബോധം തെളിഞ്ഞ് ഹല്ലേലൂയ എന്ന് ഉച്ച ശബ്ദത്തിൽ 3 പ്രാവശ്യം പറഞ്ഞു. ആ സമയത്ത് അവിടെ നിന്നിരുന്ന നേഴ്സ് ഓടി വന്ന് ഒരു മലയാളിയാണെന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടാകുകയും അങ്ങനെ വളരെ സ്നേഹത്തോടുകൂടി ശുശ്രൂഷിക്കുകയും ചെയ്തു. അങ്ങനെ രോഗവിമുക്തനായി റൂമിൽ കടന്നു വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. തൻ്റെ കൂടെ പോയ ബാക്കി 4 പേരും കേരളത്തിലേക്ക് മടങ്ങി വന്നു. കാരണം ആ വിസ ഒരു ശരിയല്ലാത്ത ഒരു വിസയായിരുന്നു. ഇനി മുൻപോട്ടുള്ള ലൈഫ് എന്തായി തീരും, ജയിലിലായിരിക്കും എന്നുള്ള ഒരു ചിന്ത എൻ്റെ പിതാവിന്റെ ഹൃദയത്തിൽ വരികയും എൻ്റെ മാതാവിന് ഒരു ലെറ്റർ എഴുതിയ ശേഷം ദൈവസേനയെ മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിക്കുവാൻ തൊക്കണം ഇടയായിരുന്നു. എന്നാൽ ഇതേ സമയം അവിടെയുള്ള ഒരു അറബിയോട് പരിശുദ്ധാത്മാവ് സ്വപ്നത്തിൽ കൂടെ സംസാരിച്ചു. ഇന്ന റൂമിൽ കടന്നു എന്നിട്ട് അദ്ദേഹത്തിന് ജോലി കൊടുക്കണമെന്നുള്ള ഒരു വാർത്ത സ്വർഗം ആ അറബിയോട് സംസാരിപ്പാൻ തക്കണം ഇടയായിരുന്നു. അങ്ങനെ ആ അറബി പ്രഭാതയാമത്തിൽ എൻ്റെ പിതാവിന്റെ റൂമിൽ കടന്നു വന്ന് മുട്ടി വിളിച്ച് താൻ മുൻപിൽ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അറബി പറയുന്നത് കൊണ്ട് എൻ്റെ പിതാവിനൊന്നും മനസ്സിലായില്ലെങ്കിലും താൻ കൂടെ തന്റെ സാധനങ്ങളെല്ലാമായിട്ട് കടന്നുപോയി. അവിടെ കടന്നു ചെന്നപ്പോൾ ദുബൈയിലുള്ള ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഒരു ജോലി എൻ്റെ പിതാവിന് കൊടുത്തു. അങ്ങനെ ദൈവം ഞങ്ങളെ ആ വലിയ സംഘർഷത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു മുൻപോട്ട് കർത്താവ് കൊണ്ടുവന്നു. എൻ്റെ പിതാവ് ആ സാഹചര്യങ്ങളിലെല്ലാം ഹല്ലേലൂയ എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഞങ്ങൾക്ക് വലിയ എതിർപ്പൊന്നും ഇല്ലായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടെ തന്നെ അവര് മുൻപോട്ട് പോയി. എന്നാൽ അവര് സഭ വിട്ടില്ല, യാക്കോബായ സഭ വിട്ടില്ല. പലപ്പോഴും അവിടുത്തെ അച്ഛന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരും. അങ്ങനെ സഭയിൽ നിന്ന് ഞങ്ങളെ നീക്കം ചെയ്യുവാൻ തക്കണം ഇടയായിത്തീർന്നു. എന്നാൽ അതിലൊക്കെയും സന്തോഷത്തോടെ എൻ്റെ മാതാവും പിതാവും വളരെ ശക്തമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് കടന്നു പോകാൻ തക്കണം ഇടയായിത്തീർന്നു. എൻ്റെ 2 സഹോദരിമാര്, എൻ്റെ മൂത്ത സഹോദരിക്ക് ചെവി കേൾക്കത്തില്ല, സംസാരിക്കത്തുമില്ല. എന്നാൽ ആ സഹോദരി കാരണം എൻ്റെ മാതാപിതാക്കൾ വളരെ ഡിസ്റ്റർബൻസ് ആയിരുന്നു. എന്നാൽ തിരുവല്ല ഊമർ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയും അവിടെ എൻ്റെ ചേട്ടത്തി പഠിക്കുകയും അതിനുശേഷം തയ്യൽ പഠിച്ച് ഭവനത്തിൽ കടന്നു വന്നു വളരെ സന്തോഷവതിയായിട്ട് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മാഭിഷേകവും പ്രാപിച്ചു. ഇന്ന് എൻ്റെ സഹോദരി വിവാഹിതയാണ്. 2 കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. നേരെ മൂത്ത സഹോദരിയും വിവാഹിതയായി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഞാൻ 12th പ്രീ ഡിഗ്രിക്ക് സെന്റ് തോമസ് കോളേജിലാണ് പഠിക്കുന്നത്, കോഴഞ്ചേരിയിലുള്ള. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന സമയം ആ കോളേജിൽ ഒരു പാസ്റ്റർ കടന്നു വരുമായിരുന്നു.
കെ കരുണാകരൻ, നമ്മുടെ മാരാമണ്ണുള്ള കരുണാകരൻ പാസ്റ്റർ അവിടെ കടന്നു വരികയും എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടെ പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ ആ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. എൻ്റെ പ്രീ ഡിഗ്രി തീരാറായ സമയത്ത്, സാക്ഷ്യത്തിന്റെ സമയത്ത് ഞാൻ ഇപ്രകാരം പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ളതാണ് താല്പര്യം. അങ്ങനെ ഞാൻ പുനലൂർ ബഥേൽ ബൈബിൾ കോളേജിൽ അഡ്മിഷന് വേണ്ടി ഞാൻ ലെറ്റർ ഇട്ടു. അങ്ങനെ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. ആ ദൈവദാസൻ എന്നെ പ്രാർത്ഥിച്ച് ബൈബിൾ കോളേജിലേക്ക് എന്നെ അയച്ചു. 1 വർഷക്കാലം അവിടെ പഠിച്ച ശേഷം ഞാൻ ഭവനത്തിൽ കടന്നു വന്നു. എന്നാൽ വീണ്ടും എനിക്ക് പഠിക്കണമെന്നുള്ള വലിയ താല്പര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ ഞാൻ ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജ് പായിപ്പാട്, അവിടെ എനിക്ക് ദൈവം അഡ്മിഷൻ ഒരുക്കി തന്നു. അവിടെ BTH ഡിഗ്രി എടുക്കാനായിട്ടാണ് ഞാൻ കടന്നുപോയത്. പക്ഷെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം അതിൻ്റെ മുമ്പിൽ തന്നെ എനിക്കൊരു വിവാഹാലോചന കടന്നു വന്നു. വിവാഹാലോചന കടന്നു വന്നപ്പോൾ എങ്ങനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ആ സമയങ്ങളിലൊന്നും മനസ്സിലായില്ല. എങ്കിൽ പോലും ആ BTH കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വിവാഹം നടന്നു. മുണ്ടക്കയത്തുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ കുടുംബം ദൈവം എനിക്ക് നൽകി തന്നു. എൻ്റെ ഫാദർ ലോ ഒരു പാസ്റ്ററാണ്, ബ്രദർ ലോയും പാസ്റ്ററാണ്. എൻ്റെ ഹസ്ബൻഡ് മധ്യപ്രദേശിൽ ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ചച്ചപ്ഗോഡിനോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ആണ് ഈ വിവാഹാലോചന എനിക്ക് വന്നത്. അങ്ങനെ പഠനം കംപ്ലീറ്റ് ആക്കുവാൻ കഴിയാതെ ഞാൻ വിവാഹത്തിലേക്ക് പ്രവേശിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ദൈവം എനിക്ക് നൽകി തന്നു. അങ്ങനെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഞങ്ങൾ ദുർഗിലായിരുന്നു. 3 വർഷക്കാലം ദുർഗിൽ ആയിരിപ്പാൻ ഇവിടെ എത്തുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അവിടെ തൊട്ടാണ് എൻ്റെ ജീവിതത്തിൽ വിശ്വാസം എത്ര വലിയതാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ദൈവം എങ്ങനെ ചെയ്യുവാൻ കഴിയും, എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ അവിടെ വെച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ഇവിടെ എത്തുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഒരു അങ്ങനെ വലിയ കഷ്ടതകളോ ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്നാൽ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയെത്തുന്നു. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ പ്രഗ്നന്റ് ആയി. ഈ സമയങ്ങളിലൊക്കെ ഒരിക്കൽ ഞാൻ ഇപ്രകാരം ഓർക്കുന്നു, എൻ്റെ ജീവിതത്തിൽ 3 ദിവസത്തോളം ഭക്ഷണമില്ലാതെ ആയിരിക്കുന്ന ഒരു സന്ദർഭം. അന്ന് ഞാൻ 4 മാസം പ്രഗ്നന്റ് ആണ്. ഞാൻ വളരെ അസ്വസ്ഥയായി 3 ദിവസം തല കറങ്ങി വീണു. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ പിതാവിന് ഞാനൊരു എഴുത്തെഴുതി. ഇപ്രകാരമായിരുന്നു ഞാൻ എഴുതിയത്, എനിക്ക് ഇവിടെ ഭക്ഷണമില്ല, അതുകൊണ്ട് അല്പം പൈസ അയച്ചു തരണം എന്നുള്ളതായിരുന്നു ആ ലെറ്റർ ഞാൻ എഴുതിയിരുന്നത്. അത് എൻ്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ ഞാൻ കൊടുത്തു. അദ്ദേഹം അത് വായിച്ച ശേഷം എൻ്റെ മുൻപിൽ വെച്ച് തന്നെ അത് വലിച്ചു കീറി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, കൂടയ്ക്കകത്ത് കൊണ്ടിടാൻ പറഞ്ഞു. ഞാനത് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ ഒരുപാട് കരഞ്ഞു. കരയുക മാത്രമല്ല, ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു എൻ്റെ ഹസ്ബൻഡിനോട്. ആ സമയങ്ങളിൽ ഞാൻ 21-22 വയസ്സാണ് എനിക്ക്. ഞാൻ ഒത്തിരി ദേഷ്യപ്പെട്ടു എൻ്റെ അവസ്ഥ ഈ ഒരു അനുഭവത്തിൽ. എന്നിട്ട് ഞാൻ മറ്റൊരു റൂമിൽ ഞാൻ പോയി അവിടെ ഇരുന്ന് കുറെ കരഞ്ഞു. 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അരികിൽ വന്നില്ല. അപ്പോഴൊക്കെ പിശാച് എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് നിന്നോട് സ്നേഹമില്ല എന്നുള്ള ഒരു തെറ്റായ ഒരു അനുഭവം ഈ പിശാച് എൻ്റെ ഹൃദയത്തിൽ ഇട്ടുകൊണ്ടേയിരുന്നു. 1 മണിക്കൂറിന് ശേഷം ഞാൻ അദ്ദേഹം ഇരിക്കുന്ന മുറിയിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ കണ്ട കാഴ്ച, എൻ്റെ ഹസ്ബൻഡ് ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് ഇപ്പോൾ ആഹാരം കൊടുക്കണം. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. എനിക്ക് വളരെ സങ്കടം തോന്നി. എൻ്റെ വിശപ്പെല്ലാം എനിക്ക് മറന്നുപോയി. ഞാൻ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ഇരിക്കുന്നപ്പോഴത്തേക്ക് അദ്ദേഹം പെട്ടെന്ന് ആമേൻ പറഞ്ഞു. ആമേൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നുകൂടെ ദേഷ്യം തോന്നി. എന്താ ഇങ്ങനെ പെട്ടെന്ന് ആമേൻ പറഞ്ഞത്? ഈ സമയത്ത് ഞങ്ങളുടെ ഗേറ്റിൽ ഒരു ശബ്ദം കേട്ടു. എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ ചെല്ല്, കാക്ക വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോ ചിന്തിച്ചു, ഇതേത് കാക്കയാ ഇപ്പൊ വരുന്നത്? ഞാൻ ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നപ്പോൾ വാസ്തവത്തിൽ അതൊരു കാക്ക തന്നെയായിരുന്നു. ബിലായിൽ നിന്ന് സൈക്കിളിൽ ഒരു ബ്രദർ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്ററില്ലേ? ഉണ്ട്. അദ്ദേഹം കടന്നു വന്നു. അല്പസമയം 5 മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കുക, ദൈവമേ ഇദ്ദേഹം പെട്ടെന്ന് പോകണം. കാരണം എനിക്ക് ചായ ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ജീരകം വെള്ളം കൊടുക്കാൻ പോലും എന്നെ കൊണ്ട് കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. ആമേൻ. ആ സമയങ്ങളിലൊക്കെ
അവൻ വളരെ നിരാശയുടെ അനുഭവമായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോയി. എന്നാൽ ഒരു അല്പം പൈസ എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ കൊടുത്തു. അല്പമല്ല, അത് ഞങ്ങൾക്ക് ഒരു വലിയ തുക തന്നെയായിരുന്നു. എന്റെ ഹസ്ബൻഡ് അതിൽ നിന്ന് പെട്ടെന്ന് പോയി എനിക്ക് വേണ്ടി ചെറിയ ഭക്ഷണം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന ശേഷം ദശാംശം എന്റെ ഹസ്ബൻഡ് മാറ്റിവെച്ചു. എന്റെ ഹസ്ബൻഡിന്റെ ഒരു വലിയ ഗുണം ദശാംശം കൊടുക്കുക ഏറ്റവും വലിയൊരു ഒരു ഒരു ഗുണമായിരുന്നു. അത് ഞാൻ ഇന്നും ചെയ്തു വരുന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം എന്നിട്ട് എന്നോട് പറഞ്ഞു, കർത്താവ് കരുതുന്നത് ഇനി മുതൽ ഒരിക്കലും നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ വീട്ടുകാർ അറിയരുത്, നമ്മുടെ ഇല്ലായ്മകൾ മറ്റാരും അറിയരുത്, നമ്മളെ പുലർത്തുന്നത് നമ്മുടെ ദൈവമാണ്. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ശരിക്കും പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടെന്നും ഇത്രത്തോളം ദൈവം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണെന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കി. രണ്ടാമത്, എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു വേറൊരു ഗുണം, ഒരിക്കലും കള്ളം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മറ്റാരെയും കുറിച്ചും കുറ്റം പറയത്തില്ല, ആരുടെയും കുറ്റം അദ്ദേഹം കേൾക്കത്തുമില്ല. അത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ഒരു അങ്ങനെ പല ഗുണങ്ങൾ ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ചെറുപ്രായം മുതൽ എനിക്ക് പഠിക്കുവാൻ തക്കണം ഇടയായി തീർന്നു. നന്നായി ഉപവസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഭർത്താവ്. ഏത് വിഷയമുണ്ടായാലും ദൈവസന്നിധിയിൽ ഇരിക്കുക. 3 വർഷം ദുർഗിലിരുന്ന ശേഷം ഇറ്റാർസിക്കടുത്തുള്ള സാരണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ആയി. അവിടെയും അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്നു. പലപ്പോഴും ഉപവാസത്തോടുകൂടെ ദൈവദാസനായിരിക്കുന്നതുകൊണ്ട് വിശ്വാസികൾ ഞങ്ങളുടെ കാര്യാദികളൊക്കെ എൻ്റെ കാര്യാദികളൊക്കെ ക്രമീകരിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ദൈവം ഒരു മോളെ തന്നു. അവിടെ പേര് ഫേബ എന്നാണ്. അങ്ങനെ അവിടുത്തെ ശുശ്രൂഷയിൽ 3 വർഷക്കാലം തികച്ച ശേഷം വിശാഖപട്ടണത്തേക്ക് ഞങ്ങൾ കടന്നുപോയി. അവിടെ എൻ്റെ ഹസ്ബൻഡ് ഒട്ടും താല്പര്യമില്ല, സൗത്തിലായിരിക്കും, നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്ന അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടവും. അങ്ങനെ 1 വർഷത്തിന് ശേഷം അവിടുന്ന് ട്രാൻസ്ഫർ ആയി ഞങ്ങൾ ഡൽഹിയിൽ പാലം ചർച്ചിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. അവിടെ 5 വർഷം കർത്താവിന്റെ വേലയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. അവിടെ വെച്ച് അനേക കാര്യങ്ങൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ തക്കണം ഇടയായിരുന്നു. ആ സഭ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയായിരുന്നു. അവിടെ ദൈവനാമത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ തക്കണം ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ ദാസന് വെളിയിലേക്ക് കടന്നു പോകാനുള്ള അനേക സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തന്നു. അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി. അതോടൊപ്പം തന്നെ അദ്ദേഹം ഹയർ സ്റ്റഡിക്ക് വേണ്ടി പെർമിഷനോട് കൂടെ അപ്ലൈ ചെയ്തു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 5 വർഷം ശുശ്രൂഷയുടെ കാലയളവ് തീർന്ന് ഞങ്ങൾക്ക് സത്നയിലേക്ക് ട്രാൻസ്ഫർ തന്നു. എന്നാൽ പഠനമുള്ളത് കൊണ്ട് ഞങ്ങൾ സ്റ്റഡി ലീവ് എടുത്ത് അവിടെ ഞങ്ങൾ പാർക്കുവാൻ തക്കണം ഇടയായി തീർന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഞങ്ങൾ ചർച്ച് ഓഫ് ഗോഡ് റിസൈൻ ചെയ്യുകയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വർക്കിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങുകയും ചെയ്തു. പറഞ്ഞാൽ ഒരു 0യിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. അവിടെ തുടങ്ങി ഞങ്ങളുടെ ജീവിതത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് കാണുവാൻ തക്കണം ഇടയായി തീർന്നു. അവിടെ ഞങ്ങൾ ഇൻഡിപെൻഡന്റായി ആദ്യമായി വർക്ക് ചെയ്യുമ്പോൾ വെറും 3 പേര് മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾ ആരാധന സ്റ്റാർട്ട് ചെയ്തു. അത് ദൈവം വർദ്ധിപ്പിച്ച് 200, 250 ആളുകളെ ദൈവം ഞങ്ങൾക്ക് അവിടെ തന്നു. നങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്, നങ്കൽ റായ. അങ്ങനെ ഞങ്ങൾ അവിടെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൂത്ത മകൾക്ക് ഒരു വിവാഹാലോചന വന്നു. ഹിമാചലിൽ ഉള്ള ആദ്യത്തെ മിഷണറിയായ ഡാനിയൽ പാസ്റ്റർ, അദ്ദേഹത്തിന്റെ മകൻ ജോഷുവ എം ഡാനിയൽ, പ്രിയ പൈതലുമായിട്ടുള്ള വിവാഹാലോചന കടന്നു വന്നു. അവനും കർത്താവിന്റെ വേലയിൽ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ വിവാഹത്തിന്റെ സമയമായപ്പോൾ ഞങ്ങളുടെ പക്കൽ 1 രൂപ പോലും ഇല്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവെ ഈ വിവാഹം മംഗളകരമായി തീരണം, കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നു. 4 മാസത്തിനുള്ളിൽ ഒരു വിവാഹത്തിന് വേണ്ടിയതായ എല്ലാ സാമ്പത്തിക നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ, ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ഭൗതിക നന്മകളെ കുറിച്ച് ദൈവം ആമേൻ അറിവ് നൽകി തന്നു. അത് ഞങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഓരോ പ്രാവശ്യവും ദൈവം ഞങ്ങൾക്ക് തരുന്ന നന്മ, വിവാഹത്തിന് വേണ്ടി
തരുന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി തന്നുകൊണ്ടിരുന്നു. ലാസ്റ്റില് ഒരു ഹിന്ദിക്കാരിയ സഹോദരി ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തെടുക്കുക തന്നെയാണോ ഷോപ്പിംഗ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ ഇങ്ങോട്ട് എൻ്റെ വീട് വരെ ഒന്ന് വന്നാട്ടെ, ഓട്ടോ എടുത്തു വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു 1.5 ലക്ഷം രൂപ എണ്ണി എൻ്റെ കയ്യിൽ അദ്ദേഹം തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഒരു ഗിഫ്റ്റാണ് മോക്ക് വേണ്ടി, നിങ്ങൾ അത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. വളരെ സന്തോഷം തോന്നി, കണ്ണു നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു അനുഗ്രഹമായി തീർന്നു. ഞങ്ങളുടെ മകളുടെ വിവാഹം നന്നായിട്ട് നടക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. എൻ്റെ കൊച്ചുമകള് മൂത്ത മകളുമായിട്ട് 10 വയസ്സിന് വ്യത്യാസമുണ്ട്. എൻ്റെ മൂത്ത മകൾ ഫേബ പഞ്ചാബ് ബൈബിൾ കോളേജിൽ മരുമകനും മകളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, IPCയോടുള്ള ബന്ധത്തിൽ. എന്നാൽ എൻ്റെ മൂത്ത പൈതലിന് 8 വർഷം ആയിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ലായിരുന്നു. അത് ഞങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു വേദനയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവം ഒരു ദർശനം തന്നു. തീർച്ചയായിട്ടും ദൈവം ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യം ചെയ്യും, ഒരു കുഞ്ഞിനെ തരും എന്നുള്ള വലിയ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. ട്രീറ്റ്മെന്റിനൊന്നിനും പോയില്ല. 18 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഫൈബ്രോയിഡ് എൻ്റെ കുഞ്ഞിന്റെ ഉദരത്തിൽ ഉണ്ടായിരുന്നു. ഏകദേശം 3.5 കിലോ വെയിറ്റ് വരും. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദർശനം തന്നു, ആമേൻ, അവൾ പ്രഗ്നന്റ് ആകുന്നതായിട്ട്. അങ്ങനെ ദൈവത്തിന്റെ ആലോചന പ്രകാരം പൈതല് പ്രഗ്നന്റ് ആകുകയും 3 മാസത്തോളം ആദ്യത്തെ പ്രഗ്നൻസി ശരിയായില്ല, അത് അബോർട്ടായി പോയി. പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2ാമത് സ്വർഗം പ്രഗ്നൻസി തന്നു. ആ സമയത്ത് ഞങ്ങൾ 3 മാസം ഡോക്ടർമാരെയോ ഒന്നും കാണിച്ചില്ല. 4ാം മാസമായപ്പോൾ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ഭയങ്കര അതിശയം, 3 മാസം കാണിച്ചില്ല. തന്നെയല്ല, ഈ ഫൈബ്രോയിഡ് ഇരിക്കുന്നത് കൊണ്ട് അവർ വളരെ നെഗറ്റീവ് പറഞ്ഞു. അവർ പറഞ്ഞു, ഇവിടെ പറ്റത്തില്ല, CMCയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രയാസം തോന്നി. പെട്ടെന്ന് തന്നെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പറഞ്ഞു, അല്ല, ഇവിടെ തന്നെ അവളുടെ ഡെലിവറി നടക്കും. ഞാൻ ഡോക്ടറോട് തർപ്പിച്ചു പറഞ്ഞു, ഡോക്ടർ തന്നെ ഇവളുടെ ഡെലിവറി നടത്തി തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അങ്ങനെ അവരെന്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കും, എന്താണ് ഞാൻ ഇങ്ങനെ പറയുന്നത്? ഒരു ഡോക്ടറെക്കാൾ അപ്പുറമായിട്ട് വളരെ കോൺഫിഡൻസ് ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ വളരെ ശ്രദ്ധിച്ചു. അങ്ങനെ 6ാം മാസമായപ്പോൾ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുവാൻ തക്കണം ഇടയായിരുന്നു. ആ ഫൈബ്രോയിഡിന്റെ വലിപ്പത്തെ കുറച്ച് അതിനെ ആ സ്റ്റേജിൽ നിന്നും മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി, ലെഫ്റ്റ് സൈഡിലേക്ക് മാറി. അത് ഡോക്ടർ ഞങ്ങളോട് പറയുമ്പോൾ, ഞങ്ങളത് ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് തമ്മിൽ തന്നെ ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ അത്ഭുതം നടക്കാൻ തുടങ്ങി. സ്വർഗത്തിലെ ദൈവം ദർശനം തന്നു, ഞങ്ങൾക്കൊരു ആൺകുഞ്ഞ് കർത്താവ് തരാൻ പോവുകയാണെന്ന്. പേരും ആ സമയത്ത് തന്നെ ദൈവം തന്നു. അങ്ങനെ 9ാം മാസം 9 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ജോസഫ് മോനെ ദൈവം തന്നു. ദൈവത്തിന്റെ ദാനമായിരുന്നു. അതിനുശേഷം അടുത്ത ഒരു കുഞ്ഞിനെ കൂടെ എൻ്റെ മൂത്ത പൈതലിന് കൊടുത്തു. അവളുടെ പേര് സാറ എന്നാണ്. അങ്ങനെ 2 കുഞ്ഞുങ്ങൾ. ഇപ്പോൾ 5 വയസ്സായി മൂത്ത പൈതലിന്, ഇളയ പൈതലിന് 2 വയസ്സ്. ഈ ഡെലിവറി സമയത്ത് ഡോക്ടർ പറഞ്ഞ ഒരൊറ്റ കാര്യം ഇതാണ്, ഇത് ദൈവത്താൽ നടന്നത് മാത്രമാണ്. ഞാൻ അദ്ദേഹത്തിന് ഒരു ഡോക്ടർ ബൈബിൾ ഗിഫ്റ്റ് കൊടുത്തു. ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഏതെങ്കിലും വിഷയത്തിനകത്ത് ഡോക്ടർക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഈ ബൈബിൾ തുറന്നു നോക്കി വായിച്ചാൽ മതി, ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഡോക്ടർക്ക് മനസ്സിലാകാത്തതെല്ലാം ഇതിനകത്തുനിന്ന് ദൈവം പറഞ്ഞു തരും. വാസ്തവത്തിൽ ആ സഹോദരി അത് വിശ്വസിക്കുകയും അതിലൂടെ പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അനേക അനുഗ്രഹങ്ങൾ ഈ ബൈബിളിലെ വാക്യങ്ങളിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ വീണ്ടും മുന്നോട്ട് കടന്നുപോയി. ഞങ്ങളുടെ ശുശ്രൂഷകളൊക്കെ മുന്നോട്ട് നിറപടിയായി കടന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2024 ഏപ്രിൽ മാസം 24-ാം തീയതി എൻ്റെ പ്രിയപ്പെട്ടവൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അത് ഏപ്രിൽ 16-ാം തീയതി ഞാൻ എൻ്റെ മൂത്ത മകളുടെ അടുത്ത് പഞ്ചാബിലേക്ക് ലുധിയാനയിലേക്ക് വരുന്ന സമയത്ത് ആ രാത്രിയിൽ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും പെട്ടെന്ന് ഫോൺ കോൾ വരികയും ഞാനും മക്കളുമായിട്ട് മടങ്ങി അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെ
ഞങ്ങളുടെ വിശ്വാസികൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഐസിയുലായിരുന്നു. അവിടെ പോയി അദ്ദേഹത്തെ കാണുകയും അവിടെ കൂടെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ ആ ദിവസത്തിന് ശേഷം ക്രിട്ടിക്കൽ അനുഭവത്തിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തെ ക്രിട്ടിക്കൽ വാർഡിലാക്കുകയും ചെയ്തു. എന്നെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുവാൻ അനുമതി ഡോക്ടർമാർ നൽകി തന്നു. ഞാൻ അവിടെ ഇരിക്കുന്നു, കൂടെ ഇരിക്കുക. എന്നോട് ആ 8 ദിവസമാണ് അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നത്. ഈ 8 ദിവസവും എന്റെ വിവാഹത്തിന് ശേഷം ഉള്ള എല്ലാ കാര്യങ്ങളും നല്ല ബോധ്യത്തോടെ ഓർമ്മയോടുകൂടെ എന്നോട് സംസാരിക്കുകയും അനേക പ്രാവശ്യം അദ്ദേഹം എന്നോട് ക്ഷമ ചോദിക്കുന്ന അവസ്ഥ എനിക്ക് കാണുവാൻ ഗുണമിടയെത്തുന്നു. എന്നോട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, വേല വിട്ടുകളയരുത്, വേല മുൻപോട്ട് കൊണ്ടുപോകണം. ഞാൻ എല്ലാം ഓക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല അദ്ദേഹം എന്നെ വിട്ടുപോകുമെന്ന്. 23-ാം തീയതി ആയപ്പോൾ ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഒന്ന് കുളിച്ചിട്ട് വരണമെന്ന് താല്പര്യമുണ്ട്, മോൻ വരുമ്പോ അവനെ ഇരുത്തിട്ട് ഞാൻ പോകാം. അപ്പോഴൊക്കെ പറയും, നീ എന്റെ അടുത്തുനിന്ന് പോകരുത്, എന്റെ കൂടെ ഇരിക്കണം. ഞാൻ കൂടെ തന്നെ ഇരുന്നു. 23-ാം തീയതി ആയപ്പോൾ 7-ാം ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, നാളെ നീ വീട്ടിൽ പോയി കുളിച്ച് ഒരുങ്ങി സുന്ദരിയായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ചൂടിദാർ പറഞ്ഞിട്ട് അത് ഇട്ടുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ടീക്കെ, ഞാൻ നാളെ പോകാം. അതുപോലെ 24-ാം തീയതി രാവിലെ ആയപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇന്ന് പൊക്കോ, ഇന്ന് പോയി കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. പക്ഷെ 10 മണി ആയപ്പോഴത്തേക്ക് വീണ്ടും അദ്ദേഹത്തിന് അറ്റാക്ക് വരികയും അത് വളരെ ക്രിട്ടിക്കൽ അനുഭവത്തിലേക്ക് വരികയും തക്കോണം ഇവിടെ എത്തുന്നു. ഉച്ചയായപ്പോൾ ഷോൾഡർ കിഴിച്ച് ഡയറക്റ്റ് അദ്ദേഹത്തിനെ ശ്വസിക്കുവാനുള്ള കാര്യാദികളെ ക്രമീകരിച്ചു കൊടുത്തു. എന്നാൽ ആ സമയം വരെ അദ്ദേഹം എന്നോട് നന്നായി സംസാരിച്ചു കൊണ്ടിരിക്കുക. അതിനുശേഷം സംസാരത്തിനൊക്കെ ഇച്ചിരി ബ്രേക്കപ്പായി, സ്ലോലി സംസാരിക്കാൻ തുടങ്ങി. ഒരു ഏകദേശം 3 മണി ആയപ്പോഴേക്കും അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ കരയരുത്, ടെൻഷൻ എടുക്കരുത്, സ്വർഗം തുറന്നിരിക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, ഒരുപാട് പേരുണ്ട്, വേല മുന്നോട്ട് കൊണ്ടുപോകണം. അദ്ദേഹത്തിന്റെ ആ ശബ്ദം എനിക്ക് ആ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അങ്ങനെയൊന്നും ഇപ്പൊ ഒന്നും സംസാരിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞു, അതുകൊണ്ട് ഇപ്പൊ ഒന്നും സംസാരിക്കണ്ട. അദ്ദേഹം മൗനമായി കിടന്ന് എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം കിടന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. പക്ഷെ ഞാൻ അത് അത്രത്തോളം ഗൗരവമായിട്ട് ഞാൻ എടുത്തില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിലൂടെ അല്പസമയം കഴിഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, ക്രിട്ടിക്കൽ ആയിരിക്കുകയാണ്, ആന്റി ടെൻഷൻ എടുക്കാതെ ഇരിക്കണമെന്ന് പറയും. എന്റെ മരുമോനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി. എന്നെയും ഡോക്ടർ ധൈര്യപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഗുണവിടയായിത്തീർന്നു. ആ സമയങ്ങളിലൊക്കെ ദൈവം എന്നെ ബലപ്പെടുത്തി. ഞാൻ ചിന്തിച്ചു, ആമേൻ, ഇനി എങ്ങനെ മുന്നോട്ട് കടന്നു പോകും, എങ്ങനെ ആമേൻ എന്റെ ലൈഫ് ആമേൻ പ്രൈസലോ മുന്നോട്ട് പോകും. ഇനി ഒരു കുഞ്ഞുകൂടെ ഉണ്ട്, അവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, എല്ലാ വിധത്തിലും. പക്ഷെങ്കിൽ ദൈവം എനിക്ക് അകത്ത് വലിയൊരു ധൈര്യം തന്നു. അപ്പോഴത്തേക്കും ഡൽഹിയിലുള്ള മിക്ക സഭകളിലെ ആൾക്കാരും വിശ്വാസികളും ഞങ്ങളുടെ വിശ്വാസികളും ഒക്കെ കടന്നു വന്നു. ഞാൻ മലയാളം വർഷിപ്പ് അല്ല ചെയ്യുന്നത്, ഹിന്ദിക്കാരുടെ ഇടയിലുള്ള ഒരു വർഷിപ്പാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദിക്കാർ മുഴുവനും ഹോസ്പിറ്റലിൽ കടന്നു വന്നു. മോർച്ചറിയിൽ അദ്ദേഹത്തെ വെച്ച് ശേഷം ഞങ്ങൾ വീട്ടിൽ കടന്നു വന്ന് പിന്നീടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ക്രമീകരണത്തിൽ എത്തിച്ചേരുകയാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ സ്നേഹം, ദൈവത്തിന്റെ കൃപ എനിക്ക് എത്രത്തോളം വലിയതെന്ന് മനസ്സിലാക്കുവാൻ ഗുണം ഇടയായി തീർന്നു. ഞാൻ പറയട്ടെ, 2024 ജനുവരി 28-ാം തീയതി ഞാൻ ഒരു ദർശനം കാണുകയാണ്. ഞങ്ങൾ രണ്ടുപേരും 2 മുറിയിലാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാ ദിവസവും 3 മണിക്കാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ രണ്ടുപേരും 2 മുറിയിൽ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ദർശനം കണ്ടു. ഒരു വലിയ കേത്ത്, ഒരു വലിയ വയല്, അത് കൊയ്യുവാൻ പാകമായി നിൽക്കുകയാണ്. ഞാൻ കൊയ്യാനായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി, പാസ്റ്റ് ഇല്ലല്ലോ, ഞാൻ ഇത് ഈ ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ ഇത് കൊയ്ത് തീർക്കും? ഞാൻ പെട്ടെന്ന് പാസ്റ്റ് അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, എന്നെ വിട്ടിട്ട് എങ്ങും പോകരുത് കേട്ടോ, ഇത് ഒരിക്കലും ഇതെനിക്ക് കൊയ്തെടുക്കാൻ പറ്റത്തില്ല ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു.
അദ്ദേഹത്തിന് അത് മനസ്സിലായി. പക്ഷെ എനിക്ക് എന്നാൽ ആ സമയത്ത് ഒന്നും പിടികിട്ടിയില്ല. അന്നു മുതൽ അദ്ദേഹം തയ്യാറെടുപ്പ് തുടങ്ങി. മാർച്ച് മാസത്തിൽ ഞങ്ങൾ റൂം ഷിഫ്റ്റ് ചെയ്തു. ഞങ്ങളുടെ വിശ്വാസികൾ എല്ലാവരും താമസിക്കുന്ന ആ ഏരിയയിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു. എന്നോട് പറഞ്ഞു, ഇവിടെയാണ് നമുക്ക് നല്ലത്, ഇവിടെ നമ്മുടെ വിശ്വാസികളെല്ലാം കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു മാസമേ അദ്ദേഹം അവിടെ താമസിച്ചുള്ളൂ. ഇതിനു മുമ്പ് തന്നെ എനിക്ക് ചെയ്തു തരേണ്ട പല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തരുവാൻ തക്കോണമിടയായിരുന്നു. പക്ഷെ ഇതൊക്കെ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരു തയ്യാറെടുപ്പാണെന്നുള്ള ഒരു ബോധ്യം ആ സമയങ്ങളിലൊന്നും എനിക്കുണ്ടായില്ല. അങ്ങനെ അദ്ദേഹം കടന്നുപോയി. ഫ്യൂണറൽ സർവീസ് എല്ലാം അനുഗ്രഹമായി നടന്നു. പിന്നെയും എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ട്. മൂത്ത മകളും കുടുംബവും, കൊച്ചു പൈതല്, അവള് MBA പഠിച്ച് UP-യില് നോയിഡ എന്ന് പറയുന്ന സ്ഥലത്ത്, ഗ്രേറ്റർ നോയിഡയിൽ അവള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് കരയാൻ പറ്റുന്നില്ല, ഞാൻ കരഞ്ഞില്ല. എനിക്ക് ആകെപ്പാടെ അസ്വസ്ഥത. എനിക്ക് ഒരു കാര്യം പിടികിട്ടി, ഞാൻ കരയാൻ തുടങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങള് എന്നെ അവിടെ മറ്റേ എവിടെയെങ്കിലും കൊണ്ടുപോയി എൻ്റെ ശ്രദ്ധ മാറ്റിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉറങ്ങുമ്പോൾ വെളുപ്പിനെ 3 മണിയായപ്പോൾ ഞാൻ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരു മന്ദ ശബ്ദം, ശാന്ത സ്വരത്തിലുള്ള ആ ശബ്ദം ഞാൻ കേട്ടു. എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ചാടി എഴുന്നേറ്റ് എല്ലാം റൂമെല്ലാം വൃത്തിയാക്കി. നേരം എൻ്റെ മോള് പറഞ്ഞു, മമ്മി ഇന്ന് ഇച്ചിരി എനർജറ്റിക് ആയിട്ട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ദൈവം എന്നോട് ഇന്ന് സംസാരിച്ചെന്ന് പറഞ്ഞു. പക്ഷെ വൈകുന്നേരമായപ്പോഴേക്കും അതെന്റെ ജീവിതത്തിൽ പോയി. ആ കേട്ട ശബ്ദം എനിക്ക് അത്രത്തോളം മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. വീണ്ടും ഞാൻ ആ പഴയ പടിയിലേക്ക് ഞാൻ വീണ്ടും കടന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ശബ്ദം, അതൊരു ഓർഡർ ആയിരുന്നു. ഗിദെയോനെ പോലെ എഴുന്നേൽക്കാം എന്നോട് പറഞ്ഞു. ഞാൻ ചാടി എഴുന്നേറ്റ് റൂമുകളെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് കുഞ്ഞുങ്ങളെ 3 പേരെയും വിളിച്ചടുത്തിരുത്തി ഞാൻ പറഞ്ഞു, ഈ ആഴ്ച ഈ സൺഡേയിലെ ആരാധന കഴിഞ്ഞിട്ട് മരുമോനോടും മോളോടും കൊച്ചുമോളോടും പറഞ്ഞു, നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോക്കൂ. ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കാൻ തിങ്കളാഴ്ച മുതൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുകയാണ് എന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു. അങ്ങനെ സൺഡേയിലെ ആരാധനയ്ക്ക് ശേഷം എൻ്റെ മക്കളെല്ലാവരും നിർബന്ധിച്ച് ഞാൻ എല്ലാവരെയും പറഞ്ഞു വിട്ടു. ആ രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക്, ഞാനും എൻ്റെ ദൈവവും വളരെ ശക്തിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തോടും കുറെ പരാതികളും എൻ്റെ ഹൃദയത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു. എന്നാൽ ആ സമയങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ വലിയ കവിഞ്ഞൊഴുക്ക് എൻ്റെ റൂമിനകത്തൂടെ ഒഴുകുന്നത് എനിക്ക് കാണുവാൻ ഇടയായി തീർന്നു. ആമീൻ. ഒരിക്കലും ഒരു മനുഷ്യന് നമ്മളെ തളർത്താത്ത വിധത്തിൽ ദൈവിക കരം എൻ്റെ മേൽ പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എനിക്ക് മനസ്സിലായി, ദൈവത്തിന്റെ പ്രവൃത്തി ഇനി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ആമേൻ. പ്രൈസ്. ഞാൻ പറയട്ടെ, 2008 ജനുവരി 1 മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ ആമേൻ പ്രോബ്ലങ്ങൾ എൻ്റെ ജീവിതത്തിന് നേരെ ആന്തി തുഫാൻ പോലെ എൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് പോലെ കടന്നു വന്നു. ആമേൻ. മുന്നോട്ട് പോകുവാൻ ഒരിക്കലും കഴിയാത്ത വിധത്തിലുള്ള പ്രോബ്ലങ്ങൾ ആ സമയങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അതെന്റെ ജീവിതത്തിൽ ആമേൻ നെടുനീളം ആമേൻ പ്രൈസ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും ആ വിഷയത്തിൽ ഞാൻ പുറത്തു വരുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. എന്നാൽ പ്രൈസ് ലോർഡ്, എത്രത്തോളം ആമേൻ പ്രൈസ് വിഷയത്തിന്റെ കാഠിന്യത എന്റെ ജീവിതത്തിൽ കൂടിയോ അത്രത്തോളം ദൈവം എന്നെ ഉപയോഗിക്കുവാൻ ഒരു പാനപാത്രമാക്കുകയായിരുന്നു. ദൈവഹിതത്തിന് വേണ്ടി എന്നെ ചെത്തുകയായിരുന്നു, എന്നെ മിനുക്കുകയായിരുന്നു. എന്നെ കർത്താവിന് വേണ്ടി ഒരു വലിയ ഒരു ഉദ്ദേശമുണ്ടെന്നുള്ളത് എനിക്ക് ആമേൻ ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ആ സമയങ്ങളൊക്കെ എങ്ങനെ ഞാൻ തരണം ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ലായിരുന്നു. അത്രമാത്രം ആമേൻ. അത് ഞാൻ ഓപ്പൺലി പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ആ സമയങ്ങൾ ആമേൻ പ്രൈസ് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഹല്ലേലൂയ ഈ ലോകത്തിൽ ആമേൻ ദൈവത്തിന്റെ പോരാളിയായി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ, ആ പട്ടാളത്തിലെ ഒരു പോരാളിയായിട്ട് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ആമേൻ പ്രൈസ് ലോർഡ്, നമ്മുടെ ജീവിതത്തിലെ മുള്ളുകൾ, നമ്മുടെ ജീവിതത്തിലെ വേദനകൾ ഒക്കെ ആമേൻ പ്രൈസ് സമയമാകുമ്പോൾ മാറിപ്പോകും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ എൻ്റെ ശുശ്രൂഷ, എൻ്റെ ഹസ്ബൻഡിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനി സഭാ ശുശ്രൂഷ വേണ്ട. കാരണം ഞാൻ നോർത്ത് ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിൽ കടന്നുപോയി ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആമേൻ പ്രൈസ് UP-യിൽ മീററ്റ് എന്ന സ്ഥലത്ത് ആമേൻ എല്ലാ മാസവും 26 വർഷമായിട്ട് ആദ്യത്തെ 3 ദിവസം, ആദ്യത്തെ ആഴ്ചയിൽ തന്നെ 3-4 ദിവസത്തോളം അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അവിടെ ഒരു ചെറിയ ഗ്രൂപ്പ്, 2 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ്
അവിടെ ഞാൻ സുവിശേഷം പറയുവാനായിട്ട് കടന്നു പോകും. അതോടൊപ്പം തന്നെ അലിഗഡിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, എനിക്ക് ലക്നോയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ അലഹബാദിൽ കർത്താവിനെ അയക്കുന്നുണ്ട്, നൈനിറ്റാലിൽ ദൈവം എന്നെ അയക്കുന്നുണ്ട്, ബാംഗ്ലൂരിൽ ദൈവം എന്നെ അയക്കുന്നുണ്ട്, രാജസ്ഥാനിൽ ദൈവം എന്നെ അയക്കുന്നുണ്ട്. അങ്ങനെ വിവിധ സ്റ്റേറ്റുകളിൽ എന്റെ ഹസ്ബൻഡ് ഇരിക്കുമ്പോൾ തന്നെ എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ കരം പിടിച്ച് നിർത്തി. പ്രൈസ് എവിടൊക്കെ മെസ്സേജിൽ തെറ്റുകൾ വരുമ്പോൾ അദ്ദേഹം എന്നെ അത് പറഞ്ഞു മനസ്സിലാക്കി തരും. അങ്ങനെ എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അദ്ദേഹം എന്നെ മുൻപോട്ട് കൊണ്ടുവന്നു. യാത്ര ചെയ്യുവാൻ എന്നെ പഠിപ്പിച്ചു. എന്നെ പ്രൈസലോ അതുപോലെ തന്നെ ഭാഷ എന്നെ പഠിപ്പിച്ചു. പ്രൈസലോ അങ്ങനെ ഹിന്ദിക്കാരുടെ ഏറിയകളിൽ എനിക്ക് കർത്താവ് അനേക വഴികളെ തുറന്നു വന്നു. അതുവരെയും വാട്സപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കില്ലായിരുന്നു. എങ്കിൽ പോലും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തക്കണ ഇടയായിരുന്നു. ഇവിടെ വഡുസരായി എന്ന ഗ്രാമിൽ ഒരു കുടുംബമുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ വരുന്നതായ ഒരു കുടുംബം. ഏകദേശം 30ഓളം പേര് എന്റെ ചർച്ചിൽ കൂടി വരുന്നുണ്ട്. ഹിന്ദിക്കാരാണ്, ഹിന്ദി വർഷിപ്പാണ്. ആ വഡുസരായി എന്ന ഗ്രാമത്തിൽ ഞാൻ ഒരു ദിവസം കടന്നു പോകുമ്പോൾ അവിടെ 4 മണി വരെ ഉള്ളൂ ബസ്. 4 മണിക്ക് ശേഷം ആ ഗാവിനകത്ത് ബസ്സും ഇല്ല. അങ്ങനെ ആ സന്ദർഭത്തിൽ അന്ന് ഞാൻ വചനം പഠിപ്പിച്ചും പാട്ടുകൾ പഠിപ്പിച്ചും അല്പസമയം നീങ്ങിപ്പോയി. 4 മണി കഴിഞ്ഞു. എന്നാൽ ഈ സമയത്ത് ഗാവിലുള്ള ഗ്രാമത്തലവൻ കടന്നു വരികയും അനേക സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരുമിച്ച് കടന്നു വന്ന് ഈ ഭവനത്തിനകത്ത് നിന്ന് എന്നെ പുറത്ത് വെളിയിലിട്ടു. വളരെ ശകാരിച്ചു. സ്ത്രീകളെല്ലാം എന്നെ പിടിച്ചെന്റെ തലമുടിയെല്ലാം പീഞ്ചി എന്റെ ലെഫ്റ്റ് ഹാൻഡ് പുറകോട്ട് വലിച്ചു വെച്ച് പിടിച്ച് മുതുകത്തന്നെ ഇടിക്കാൻ തുടങ്ങി. ഈ ഗ്രാമത്തിൽ ഞങ്ങളുടെ ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് വളരെ എന്നെ ഉപദ്രവിച്ചു. എന്നാൽ ആദ്യം എനിക്കൊരു ഭയം തോന്നി. പക്ഷെ ഉപദ്രവം കൂടി വന്നപ്പോൾ എനിക്കറിയത്തില്ല, ഞാനൊരു കരിങ്കല്ല് പോലായി. ദൈവം എന്നെ അതിശക്തമായിട്ട് ബലപ്പെടുത്തി. എനിക്ക് അവരെ അടിക്കുന്നതൊന്നും എന്റെ ശരീരത്ത് കൊള്ളാത്തതുപോലെ തോന്നി. എനിക്ക് ഒട്ടും വേദന തോന്നിയില്ല. അല്പസമയത്തിന് ശേഷം, അരമണിക്കൂറിന് ശേഷം ഇവരെന്നെ വിട്ടു. എന്നെ ഒരു വിധത്തിൽ ആ ഗ്രാമത്തിന് വെളിയിൽ ഒരാൾ കൊണ്ടുവന്ന് വിട്ടു. അങ്ങനെ അതിനുശേഷം ഞാൻ 2 മാസം ആ ഗ്രാമത്തിലേക്ക് പോകാതെയായി. ഫോണിലൂടെ മറ്റും ഞങ്ങള് ആരാധന സംബന്ധിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. 2 മാസം അതുവരെയും ഞാൻ ആ ഗ്രാമത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഗ്രാമത്തലവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നെ ഉപദ്രവിച്ച സഹോദരിമാരെയും സഹോദരന്മാരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 മാസത്തിന് ശേഷം ഞാൻ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ ആകെ വ്യത്യസ്തമായ ഒരു അനുഭവം ഞാൻ കാണുവാൻ തക്കണമിടയായിരുന്നു. എന്നെ ആരൊക്കെ ഉപദ്രവിച്ചു അവരെല്ലാം എന്റെ അരികിലേക്ക് കടന്നു വരുവാൻ തക്കണമിടയായി. അവരെന്നെ വളരെ സ്നേഹപൂർവം എന്നെ സ്വീകരിക്കുന്ന കാഴ്ച എനിക്ക് കാണുവാൻ തക്കണമിടയായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാ മാസവും ഞാൻ അവിടെ കടന്നു പോകും. എനിക്ക് പിന്നീട് യാതൊരു പ്രശ്നങ്ങളും അവിടെ ഇല്ല. അവരെന്നെ എനിക്ക് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്തു തരും. പക്ഷെ അവരാരും വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു ഒരു ദിവസം അവര് അത്ഭുതകരമായി ഇവർ കടന്നു വരും എന്ന്. എന്റെ സഭയിൽ സീമായി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവര് സഹോദരിമാര് മീനു, സീമ, ഇവർ 2 പേരും എന്റെ സഭയിലെ മെമ്പേഴ്സാണ്. ഒരു ദിവസം അവരുടെ മാതാവ് ശാരീരിക അസ്വസ്ഥതയാൽ ഭാരപ്പെട്ടവര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്നോട് പറഞ്ഞു, ആന്റി പ്രാർത്ഥിക്കണം. ഞാൻ ഫോണിലൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടു, സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. ഞാൻ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ പ്രിയ മാതാവ് ലോകത്തിൽ മാറ്റപ്പെട്ടു. എനിക്ക് ഫോൺ കോൾ വന്നു, ആന്റി അമ്മ മരിച്ചുപോയി. ഈ സമയത്ത് അവരുടെ കുടുംബക്കാര് മുഴുവനും അവരുടെ അരികിൽ കടന്നു വന്നിട്ട് പറഞ്ഞു, ഡെഡ് ബോഡി അവർക്ക് വേണം, ഹിന്ദു രീതിയിൽ അവരെ അടക്കം ചെയ്യണം, അത് കത്തിക്കണം എന്നുള്ളത് പറഞ്ഞു. അവരുടെ അടുക്കിലേക്ക് വന്നു. കുഞ്ഞുങ്ങൾ ഭയപ്പെട്ടു പോയി. അവരെനിക്ക് ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, മക്കളെ, ഡെഡ് ബോഡി കൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗമില്ല, അവർക്ക് കൊടുത്തേക്ക്. ആത്മാവ് കർത്താവിന്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യപ്പെട്, വിശ്വസിക്ക്, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ ഈ ബോഡി അവർക്ക് വിട്ടുകൊടുത്തു. ആ രാത്രിയിൽ അത് കത്തിച്ച് അതിന്റെ ചാരവുമായിട്ട് ഇവർ ഈ വീട്ടിൽ വന്നിട്ട് ആ മുറി അടച്ചുപൂട്ടി ഇവരുടെ ബന്ധുമിത്രാദികളെല്ലാം ആ മുറിക്കകത്ത് കയറിയിട്ട് ഈ കുഞ്ഞുങ്ങളെ അകത്ത് കയറ്റാതെ വെളിയിൽ നിർത്തി അവർ പൂട്ടിയിട്ടിട്ട് അവരിപ്രകാരം പറഞ്ഞു, ഞങ്ങൾ നോക്കട്ടെ നിന്റെ അമ്മ എവിടെ പോയെന്ന്. ഈ ചാരത്തിനകത്തറിയാം ആരുടെ കാല് പതിയുന്നോ അതായിരിക്കും നിന്റെ അമ്മ. ഒന്നി പക്ഷിയാകും, അല്ലെ പട്ടിയാകും, പൂച്ചയാകും,
ആകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ചാരത്തിൽ നോക്കിയാൽ അറിയാം. അതുകൊണ്ട് വീട്ടുകാരെ ഒന്നും അകത്ത് കയറ്റാതെ അവരുടെ ബന്ധുമിത്രാദികൾ ഈ മുറിക്കകത്ത് ഇരുന്നു. എന്നോട് കുഞ്ഞുങ്ങൾ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ആന്റി. ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നമ്മുടെ അപ്പച്ചൻ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ പിതാ നമ്മുടെ കൂടെ ഉണ്ട് എന്നവരെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി. എന്നാൽ 5 മണിയോട് അടുത്തപ്പോ പെട്ടെന്ന് കതവ് തുറന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ വിളിച്ചു, സീമ, മീനു, പെട്ടെന്ന് ഓടിവാ, നിങ്ങളുടെ അമ്മ എവിടെ പോയെന്ന് നോക്കിക്കേ. കുഞ്ഞുങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഓടിച്ചെന്ന് ആ ചാരത്തിലേക്ക് കുനികി നോക്കിയപ്പോൾ കണ്ടൊരു വസ്തുതയുണ്ട്. ഹല്ലേലൂയ. ആ ചാരത്തിനകത്ത് ഒരു വലിയ കുരിശിന്റെ ഒരു അടയാളം ആ ചാരത്തിനകത്ത് തെളിഞ്ഞു നിൽക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കണ്ടവരെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അവരുടെ ബന്ധുമിത്രാദികളൊക്കെ പറഞ്ഞു, നിങ്ങളുടെ അമ്മ സമാധിയിലെത്തി, യേശു, നിങ്ങൾ വിശ്വസിക്കുന്ന യേശുവിൽ എത്തിക്കഴിഞ്ഞു എന്ന് ആ അന്യജാതിക്കാർ പറയുവാൻ തക്കണം ഇടയത്ത്. ആ കുഞ്ഞുങ്ങളുടെ ഹൃദയം ഉറച്ചു. ഇവരുടെ ബന്ധുമിത്രാദികൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് അവിടേക്ക് കടന്നു ചെല്ലുകയും അങ്ങനെ ആമേൻ ഈ ബന്ധുമിത്രാദികളെല്ലാം അന്ന് അവിടെ ആ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുവാൻ തക്കണം ഇടയത്തുന്നു. ഏകദേശം ഒരു 60-70 പേരോളം ആ പ്രാർത്ഥനയിൽ കൂടി വന്നു. ആമേ സത്യസുവിശേഷം, യേശു ആരെന്നും നിത്യതയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഒക്കെ അവിടെ നിന്ന് എനിക്ക് പ്രസംഗിക്കുവാൻ ദൈവമായ കർത്താവ് സഹായം ചെയ്തു തന്നു. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും ജീവിതത്തിൽ ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെടുമ്പോൾ, നെടുവീർപ്പെടുമ്പോൾ തക്ക സമയത്ത് ദൈവത്തിന്റെ കരം കാണുന്നത് പോലെ ഹല്ലേലൂയ അന്നും എനിക്ക് അനുഭവിപ്പാൻ തക്കണം ഇടയായിത്തീർന്നു. വേറൊരു ഘട്ടത്തിൽ ലുധിയാനയിൽ ഒരു സർദാർജി കുടുംബമുണ്ട്, അന്തർപ്രീത്. ഹല്ലേലൂയ. ആ കുടുംബം ആമേൻ പ്രൈസ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ആ ഭവനത്തിൽ ആയിരിക്കുമ്പോൾ മിക്ക മാസങ്ങളും ഞാൻ അവിടെ കടന്നു പോകും. അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവരെന്നെ കോൾ ചെയ്യും. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് മുമ്പ് തന്നെ ആ കുടുംബത്തെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ ആ ഭവനത്തിൽ ചെന്നു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14-ാം വാക്യത്തെ അനുസ്മരിച്ച് ഞാൻ അവരോട് വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം ദൈവം അബ്രഹാമിന്റെ അരികിൽ കടന്നു വന്നതും ആ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്രകാരം അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ. ആമേൻ. അബ്രഹാമിനോട് ദൈവം പറയുന്നു, എഴുന്നേക്ക്, നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് തരും. ആമേൻ. ആ ഒരു വാക്യത്തിലേക്ക് വന്നപ്പോൾ ഞാനത് വിശദമായിട്ട് ആ സർദാർജി കുടുംബത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഒരൊറ്റ നിമിഷം കൊണ്ട് സർദാർജി കുടുംബം അവിടെ ഇല്ല. അവരെല്ലാരും 5 പേരും എഴുന്നേറ്റ് പോയി. ഞാൻ ഓർത്ത്, ഞാൻ പഞ്ചാബിലല്ല പറഞ്ഞത്, ഹിന്ദിയിലാണ് പറഞ്ഞത്, അതുകൊണ്ട് അവർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണത്തില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു എന്റെ മനസ്സിൽ. കുറെ നേരം ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന ശേഷം ഞാൻ അവരെ കൈകൊട്ടി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, കടന്നു വന്നാട്ടെ. ആമേൻ. എന്നിട്ട് ഞാൻ അവരെ വഴക്ക് പറഞ്ഞു, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകരുത്, കാരണം ദൈവിക പ്രസൻസ് ഇവിടെ ഉണ്ട്, അങ്ങനെ എഴുന്നേറ്റ് പോകുന്നത് യേശു കർത്താവിന് ഇഷ്ടമല്ല എന്നൊക്കെ ഞാൻ അവരെ വഴക്ക് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളിൽ അവരുടെ മകൻ അന്തർപ്രീത് എന്നോട് പറയുകയാണ്, ആന്റി അല്ലേ പറഞ്ഞത്, എഴുന്നേക്ക്, ആ വിഷയത്തിൽ നിന്ന് നടക്കുക, നെടുകയും കുറുകയും നടക്കാൻ ആന്റിയല്ലേ പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ വിഷയത്തിൽ നടക്കാൻ പോയതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വചനം പറഞ്ഞ എനിക്ക് ഇത്രത്തോളം ആ ഒരു വിശ്വാസം എന്റെ ഹൃദയത്തിൽ വന്നില്ലല്ലോ. ഒരു പൊട്ടനെ പോലെ ഇവർ അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് അവരുടെ വിഷയത്തിൽ നടക്കുകയാണല്ലോ എന്നെനിക്ക് അപ്പോഴാണ് ബോധ്യമുണ്ടായത്. പ്രിയ ദൈവമക്കളെ, എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത് എനിക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട്, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, 3 മാസം കഴിഞ്ഞപ്പോൾ അവരേത് വിഷയത്തിൽ അവിടെ നടന്നുവോ ആ വിഷയം അവരുടെ കയ്യിൽ കിട്ടി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവരുടെ ഭവനത്തിന്റെ പണി പൂർത്തീകരിച്ച്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആ ഭവനത്തിൽ ആമേൻ കയറി താമസത്തിന് എന്നെ വിളിച്ചു. അന്നും അവര് പറഞ്ഞത് അന്നത്തെ ആ വചനമാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹിന്ദിക്കാരുടെ ഇടയിൽ എനിക്ക് ആമേൻ കടന്നുപോയി പ്രവർത്തിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുന്നു. അങ്ങനെ ഇരിക്കെ എന്റെ ഹസ്ബൻഡ് മരിച്ച ശേഷം ഞാൻ ചിന്തിച്ചു, ഇനി ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്ന അത്ര ശരിയല്ല, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോടെ ചേരണം എന്നുള്ള വലിയ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചിന്തിച്ചത് അസംബ്ലീസ് ഓഫ് ഗോഡിൽ ചേരണം എന്നുള്ള, കാരണം എൻ്റെ മാതൃസഭ അതായതുകൊണ്ട് എനിക്ക് എവിടെ ചേരണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു.
എന്നാൽ എനിക്ക് യാതൊരു നിയോഗവും കിട്ടുന്നില്ല. ആമേൻ പ്രൈസ്. ദൈവിക ശബ്ദം ഞാൻ കേൾക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കേരള സ്റ്റോർ ഞങ്ങളുടെ അടുത്തുണ്ട്. ഞാൻ താമസിക്കുന്നതിന് അടുത്ത് തന്നെ. അവിടെ ഞാൻ കടന്നുപോയി സാധനം വാങ്ങിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ വാക്യം എഴുതിയിരിക്കുന്നത് കണ്ടു. ഞാൻ നിന്നോട് കൂടെയുണ്ട്. യേശുവിന്റെ ഞാൻ അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അമ്മ ക്രിസ്ത്യാനിയാണോ, എവിടെയാ ആരാധനയ്ക്ക് പോകുന്നത്? അന്നേരമാണ് മനസ്സിലായത് അദ്ദേഹം ഒരു വിശ്വാസിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടെയാ ആരാധനയ്ക്ക് പോകുന്നത്? പാസ്റ്ററുടെ നമ്പർ ഒന്ന് തരാമോ? അന്നേരം അവര് മലയാളം വർഷിപ്പാണ്. പാസ്റ്ററുടെ നമ്പർ പല പ്രാവശ്യം ചോദിച്ചിട്ടും അദ്ദേഹം എനിക്ക് തന്നില്ല. എന്നാൽ അവിടെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എന്നെ പ്രസംഗിക്കുവാനായിട്ട് വിളിച്ചു. അങ്ങനെ ഞാൻ പ്രസംഗിക്കുവാനായിട്ട് അവിടെ കടന്നുപോയി. ആദ്യത്തെ ദിവസം പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഞാൻ കടന്നു വന്നിരുന്നു. സെക്കൻഡ് ഡേയിൽ ഞാൻ ചിന്തിച്ചു, ലാസ്റ്റ് 40 ദിവസത്തിന്റെ ലാസ്റ്റ് പീരീഡിലേക്ക് നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു, 2-3 ദിവസമേ ഉള്ളല്ലോ, മലയാളത്തിൽ ആരാധന കിട്ടിയിട്ട് വർഷങ്ങളായി. ആത്മാവിൽ ആരാധിക്കുന്ന ജനത്തോടു കൂടെ എനിക്കും പോയി ആരാധിക്കണമുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ഞാൻ അവിടെ കടന്നുപോയി. 2ാമത്തെ ദിവസം ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ ഞാൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയും പാസ്റ്ററും സെക്രട്ടറിയും എല്ലാം ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ആന്റി ഇന്ന് പ്രസംഗിക്കാനുള്ള ആള് വന്നിട്ടില്ല, ആന്റി ഇന്ന് മെസ്സേജ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് തന്നെ 3 മണിയായപ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞായിരുന്നു മെസ്സേജ് തയ്യാറാക്കണം. ഞാൻ തയ്യാറാക്കിക്കൊണ്ടാണ് അവിടെ പോയത്. അങ്ങനെ അന്ന് ഞാൻ മെസ്സേജ് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ സീറ്റിലേക്ക് വന്നിരിക്കുമ്പോൾ സദൃശവാക്യം 4-ാം അധ്യായം 18-ാം വാക്യം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുവാൻ തക്കൊണ്ട് ഇവിടെ എത്തുന്നു. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ആ വചനം എന്റെ ഹൃദയത്തെ ആഴമായിട്ട് സ്പർശിക്കുവാൻ തക്കണം ഇടയെത്തുന്നു. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ സഭയാണ്, ഈ മഹനേദാൻ ഫെലോഷിപ്പാണ്, അവിടെ ചേരാനാണ് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ആ പാസ്റ്ററെ വിളിക്കുകയും ഞങ്ങളുടെ ഭവനത്തിൽ വരികയും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ വേറൊരു ചർച്ചുണ്ട്, അത് 250 പേരോളം ഉണ്ട്. അതും ഒരു ഹിന്ദിക്കാരനാണ്, ഹിന്ദി വർഷിപ്പാണ്. അതുകൂടെ ആ ചർച്ച കൂടെ നിങ്ങളുടെ കൂടെ ചേരാനായിട്ട് താല്പര്യമുണ്ട്. അങ്ങനെ ആ ദേവദാസിന് വളരെ സന്തോഷം തോന്നി. അങ്ങനെ ജനുവരി 26-ാം തീയതി ജനുവരി 26-ാം തീയതി മഹനീദാൻ ഫെലോഷിപ്പിനോട് കൂടെ ചേരുവാൻ തക്കണം ദൈവമായ കർത്താവ് സഹായിച്ചു. അത് മുഖാന്തരമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരൊക്കെ ഉണ്ടെന്നുള്ള ഒരു തോന്നലുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായി. ഭവനത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഞാൻ ബിസിയാണ്, ഒരിക്കലും ഭവനത്തിൽ അധികമൊന്നും കാണാറില്ല. എങ്കിൽ പോലും എനിക്ക് എൻ്റെ പിന്നിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് വേണ്ടി ആരൊക്കെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ എൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകി തന്നു. അങ്ങനെ കർത്താവ് ഈ സഭയെ ദൈവം മുൻപോട്ട് നയിക്കുന്നു. ഏകദേശം 30 പേരോളം ഇപ്പോൾ ആരാധനയ്ക്ക് കടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓൺലൈനിൽ കൂടെ ആമേൻ ഈ ആരാധന കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്ന ഭവനക്കാരും ഓൺലൈനിൽ ഞങ്ങളുടെ കൂടെ കൂടുന്ന വിശ്വാസികളാണ്. ആമേൻ പേസ്. ദൈവം എന്നെ ആമേൻ പേസ് അനേക ആമേൻ വിശ്വാസി കുടുംബങ്ങളെ ആമേൻ ഇതിലുള്ള ഒട്ടുമിക്കവാറും ഉള്ളവർ ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളിൽ നിന്നും വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളവരാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തി യേശുവിന്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കുവാൻ, ഒരിക്കലും പുറകോട്ട് നോക്കാതെ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ ആമേൻ പ്രൈസ് ദി ലോർഡ് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഹല്ലേലൂയ ഞാനും ഒരുക്കത്തോടു കൂടെ ആയിരിക്കുന്നു. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു വരും ദിനങ്ങളിലും എന്റെ കർത്താവിന്റെ കൂടെ നിന്ന് ഈ വർഷിപ്പിനെ, ഈ ആരാധനയെ, ഈ വേലയെ ദൈവം ശക്തമാക്കി തരും എന്നുള്ള പൂർണ്ണ ദൃഢ നിശ്ചയം എന്റെ ജീവിതത്തിൽ ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് താല്പര്യപ്പെടുകയും ചെയ്യുന്നു. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. മാത്രമല്ല ഹല്ലേലൂയ ഇവിടെ ആമേ പല ഏരിയകളിൽ ഞാൻ നടത്തുന്ന മീറ്റിങ്ങുകൾക്ക് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അതെന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹവും ആശ്വാസവുമായി തീർന്നുണ്ട്. ആമേൻ പ്രൈസ്. അവയെല്ലാം ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല ആമേൻ പ്രൈസ് ദൈവം ഇത്രത്തോളം കരുതിയെങ്കിൽ വരും ദിനങ്ങളിലും എനിക്ക് വേണ്ടി, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എന്റെ സഭയ്ക്ക് വേണ്ടി, ആമേൻ എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് കരുതി തരുവാൻ വിശ്വസ്തനെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഏതൊരു സാഹചര്യങ്ങളിലും ഹല്ലേലൂയ പലപ്പോഴും ആമേൻ ഒന്നുമില്ലായ്മകൾ വന്നിട്ടുണ്ട്, പലപ്പോഴും വലിയ അനുഗ്രഹങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, അനേക നന്മകൾ കണ്ടിട്ടുണ്ട്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം ആമേൻ എന്നെയും പുലർത്തുവാൻ, എന്നെയും നടത്തുവാൻ ആമേൻ കർത്താവ് വിശ്വസ്തനെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ
പലപ്പോഴും കടന്നു വന്നെന്നിരിക്കാം. എന്നാൽ ആ പ്രതികൂലങ്ങളല്ല, അതിലപ്പുറത്ത് ഈ ബ്രാക്കറ്റ് പീരീഡുകളെ പൊട്ടിച്ച് അപ്പുറത്ത് ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു വലിയ ഉദ്ദേശമുണ്ട്. പ്രതികൂലങ്ങൾ നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്, നമ്മൾ പുറകോട്ട് പോകരുത്, വേല വിട്ടേച്ച് പോകരുത് ഒരിക്കലും. ഏതൊക്കെ പ്രതികൂലങ്ങൾ കടന്നു വരട്ടെ, ഒറ്റപ്പെടലുകളായിരിക്കാം, എന്തു തന്നെയായിരുന്നാലും ഒരു കാര്യം നാം മനസ്സിലാക്കുക, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മുടെ കൈകളെ പിടിച്ചിട്ടുണ്ട്, അവൻ ഒരിക്കലും കൈകൾ വിടുകയില്ല, നമ്മളെ മുൻപോട്ട് തന്നെ കൊണ്ടുപോകും. അവൻ അതുകൊണ്ട് നമ്മൾ ധൈര്യമുള്ളവരായി, ഉറപ്പുള്ളവരായി, വിശ്വാസത്തിൽ ഉറച്ച്, വചനത്തിൽ ഉറച്ച്, യേശുവിൽ ധൈര്യപ്പെട്ട് നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്, ഈ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. ഇതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് വീണ്ടും വഴികൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ഒരു സന്ദർഭം കൂടെ ദൈവം ഒരുക്കി തന്നല്ലോ. അരോമ ടിവിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. അനേകരുടെ സാക്ഷ്യം ഹല്ലേലൂയ, അനേകർക്ക് പ്രയോജനവും ബലവുമായി തീരട്ടെ കർത്താവേ. ആമേൻ. ഇന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം കർത്താവേ. എന്റെ സാക്ഷ്യം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. ഏതൊക്കെ പ്രതികൂലങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു, നിരാശകളിലൂടെ അവർ കടന്നു പോകുന്നു, ആ സാഹചര്യങ്ങളിലെല്ലാം അപ്പച്ചൻ കൂടെ നിന്ന് നല്ല നായകനായി കരം പിടിച്ച് അങ്ങ് മുൻപോട്ട് നയിച്ചാട്ടെ കർത്താവേ. ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആമേ, അങ്ങ് വിളിച്ചെങ്കിൽ അങ്ങ് ഞങ്ങളെ വഴിത്തലക്കൽ ഇട്ടേച്ചു പോകത്തില്ല. ആമേ, അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റും. പൂർണ്ണമായി ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി കർത്താവ് ഞങ്ങളെ ഒരുക്കിക്കാട്ടെ കർത്താവേ. അങ്ങയുടെ വേലയിൽ അധികം വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസി. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയും കർത്താവിന്റെ ദാസിയുടേതായ നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ വളർന്നു വന്നതായ ജീവിത പശ്ചാത്തലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് കൂടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിക്ക് വേണ്ടിയിട്ട് ദൈവം വേർതിരിച്ച് ഒരുക്കിയെടുത്തതായ ഒരുപാട് അനുഭവങ്ങൾ പറയുവാൻ കർത്താവ് സഹായിച്ചു. പല കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയെങ്കിലും അതിൻ്റെയൊക്കെയും നടുവില് ദൈവത്തിന്റെ അദൃശ്യ കരം കൂടെ ഇരുന്ന് വഴി നടത്തിയ ആ ശ്രേഷ്ഠകരമായ നല്ല അനുഭവങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കൂരിരുളിന്റെ അനുഭവങ്ങൾ, താഴ്വരയുടെ അനുഭവങ്ങൾ കടന്നു വന്നു. ദാവീദിനോട് ദൈവത്തിന്റെ ആ വാഗ്ദത്തം പറഞ്ഞതുപോലെ, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കർത്താവ് നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട് അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നാം അതിനെ ഭയപ്പെടാതെ അതിനെ അതിജീവിച്ച് നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന സർവശക്തനായ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തോടുകൂടി ക്രിസ്ത്യ ജീവിതത്തിൽ ഓരോ ദിവസവും ആയിരിക്കാൻ കർത്താവിന്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൂട്ടുകാരനായി, നമ്മുടെ ജീവിത പങ്കാളിയായി ഒരു ബ്രാക്കറ്റ് പീരീഡിലേക്ക് ജീവിതത്തില് 10-20 വയസ്സ് കഴിഞ്ഞതിന് ശേഷം കർത്താവിന്റെ ദാസൻ കടന്നു വന്നു. അദ്ദേഹം തന്റെ ദൗത്യം പൂർത്തീകരിച്ച് താൻ പ്രിയപ്പെട്ട കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഈ ഭൂമിയില് നാം ജനിച്ചു വീഴുന്നതിന് മുന്നമേ നമ്മെ കണ്ട, നമ്മെ തിരഞ്ഞെടുത്ത കർത്താവ്, മരണത്തിനപ്പുറത്തായി നമ്മോട് കൂടെ ഇരിക്കാമെന്ന് ഉറപ്പ് തന്ന കർത്താവ് ഇപ്പോഴും കൂടെയുണ്ട്. നമ്മുടെ വീട്ടുകാർ, നാട്ടുകാർ, മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, മക്കള്, മരുമക്കള്, ചെറുമക്കൾ എല്ലാവരും, പ്രിയ പങ്കാളി എല്ലാവരും നമ്മളെ വിട്ടുപോകും. അവരൊക്കെ ഓരോ ദൗത്യം, കർത്താവ് ഏൽപ്പിച്ച ഓരോ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി അവരൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുന്നു എന്ന് മാത്രം. എന്നാൽ എന്നേക്കും കൂടെ ഇരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ആ കർത്താവ് കർത്തദാസിയുടെ ജീവിതത്തിൽ ഉടനീളം കൂടെ ഇരിക്കുന്നുണ്ടല്ലോ. കർത്താവ് ഇന്നും ശക്തമായി ദൈവദാസിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുവാൻ കഴിഞ്ഞു. തുടർന്നും ഉത്തരഭാരതത്തിലും ദൈവം അയക്കുന്ന ഇടങ്ങളിലൊക്കെയും അനേക പ്രിയപ്പെട്ടവരുടെ, അനേക ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ. സൗഖ്യവും ആരോഗ്യ ദീർഘായുസ്സും കർത്താവ് തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കടന്നു വന്നതിന് ഒരു പ്രാവശ്യം കൊണ്ട് നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്.
തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.